ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കുംഭമാസം 15-ാം തീയതി, അതായത് 2017 ഫെബ്രുവരി മാസം 27-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സാർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളതുമായ നമുക്ക് ഏറെ പ്രിയങ്കരനായ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ശ്രീമാൻ ശർമാജി, ചെന്നൈയിൽ നിന്നും പത്മകുമാർ എഴുതുന്നു. മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. മകന് നല്ല ഒരു കുടുംബജീവിതം ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ടുപേരുമായി എന്നും വഴക്കും ബഹളവുമാണ്. കുട്ടികളുമില്ല. അവന്റെ ഭാര്യയുമായി ആർക്കും യോജിക്കുവാൻ പറ്റുന്നില്ല. ഈ ബന്ധം തുടർന്നാൽ മകന്റെ കുടുംബജീവിതം തന്നെ നഷ്ടപ്പെടാം. ആയതിനാൽ ഈ ബന്ധം ഒഴിഞ്ഞാൽ മകന് വേറെ നല്ല ബന്ധം കിട്ടുമോ? ജാതകം വിശകലനം ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ ഉപദേശിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകൻ്റെയും മരുമകളുടെയും നക്ഷത്രങ്ങളെ സ്വാഭാവികമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഭരണി നക്ഷത്രം മകനും മകൻ്റെ ഭാര്യയുടെ നക്ഷത്രം അനിഴം നക്ഷത്രവുമാണ്. അശ്വതി ഭരണി കാർത്തികക്കാൽ വരുന്നത് മേടരാശിയും വിശാഖ അനിഴം കേട്ട നക്ഷത്രം വരുന്നത് വൃശ്ചിക രാശിയുമാണ്. രാശികൾ തങ്ങളിൽ 6ഉം 8ഉം രാശികൾ തമ്മിൽ വൈവാഹിക ബന്ധം, പ്രത്യേകിച്ചും കൂട്ടു ബിസിനസ്സുകൾ, ഫ്രണ്ട്ഷിപ്പുകൾ, ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധങ്ങൾ, പങ്കാളിത്ത കച്ചവടങ്ങൾ, ദീർഘയാത്രകൾ, മറ്റ് പങ്ക് കച്ചവടങ്ങൾ, ഇങ്ങനെ ശരാശരി പല കാര്യങ്ങളിൽ ഈ ഷഷ്ടാഷ്ടമദോഷം ബാധിക്കുമെങ്കിലും കൂടുതൽ ബാധിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാരെയാണ്. പ്രഭാതം മുതൽ പ്രദേശം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതായ ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ദാമ്പത്യ ബന്ധത്തിലായതിനാൽ ദമ്പതികൾ, അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന ഭാര്യാഭർത്താക്കന്മാർ, യുവക്കൾ, അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഷഷ്ടാഷ്ടമദോഷമുണ്ടോ അല്ലെങ്കിൽ അഷ്ടമഷഷ്ഠദോഷമുണ്ടോ. രണ്ടും ഒന്ന് തന്നെയാണ് എങ്കിലും സ്ത്രീയുടെ നക്ഷത്രം മുതൽ ആണ് സ്ത്രീക്ക് രാജ്യത്ത്, സ്റ്റേറ്റിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, വ്യക്തിക്ക്, പുരുഷന് പ്രാധാന്യം കൂടുതൽ ഊന്നിക്കൊണ്ട് ആണ് ജ്യോതിശാസ്ത്രത്തിലും സ്ത്രീയുടെ ജന്മനക്ഷത്രം മുതലാണ് പുരുഷൻ്റെ ജന്മനക്ഷത്രവും ജന്മരാശിയും ഗണപ്പൊരുത്തവും രാശിപ്പൊരുത്തവും രാശിയാധിപപ്പൊരുത്തവും വശ്യപ്പൊരുത്തവും മാഹേന്ദ്രപ്പൊരുത്തവും രജു വേദ ദിന യോനി ഷഷ്ടാഷ്ടമ അഷ്ടമഷഷ്ട, അതുപോലെ തന്നെ വേദ, രജുവേദ, അധമവേദ, സദ്വേദ, ഇങ്ങനെയുള്ള പൊരുത്തങ്ങളും എല്ലാം നോക്കുന്നത് ദീർഘപ്പൊരുത്തം ഉൾപ്പെടെ സ്ത്രീയുടെ നക്ഷത്രം മുതലാണ്. സ്ത്രീയുടെ ആവശ്യാനുക്രമം, പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു രക്ഷകനായിട്ട് പുരുഷനെ പ്രകൃതി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആയതിനാൽ സ്ത്രീയുടെ ജന്മനക്ഷത്രം മുതൽ 15 നാൾ കഴിഞ്ഞാൽ പുരുഷനെ ഭർത്താവായി സ്വീകരിക്കാം. 15-നപ്പുറം 26 നക്ഷത്രത്തിനുള്ളിലാണെങ്കിൽ അത്യുത്തമവും, ഒരേ ഗണമാണെങ്കിൽ അതിനേക്കാൾ അത്യുത്തമവും, ഒരേ രാശിയാണെങ്കിൽ, ഒരേ ലഗ്നമാണെങ്കിൽ അതിൽ ഉത്തമോത്തമവും ആകുന്നു എന്നാണ്. വൃശ്ചികൻ രാശി മുതൽ വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേളം 6ാമത്തെ രാശി ഭർത്താവിനും അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ മകനും, 8ാമത്തെ രാശി മകൻ്റെ ഭാര്യയ്ക്കും. അങ്ങനെ ഷഷ്ടാഷ്ടമ ദോഷം. മരുമകളുടെ നക്ഷത്രം മുതൽ 6ാം രാശി മകനും, മകൻ്റെ രാശി മുതൽ 8ാം രാശി മരുമകൾക്കും. അങ്ങനെ ഷഷ്ടം, അഷ്ടമം, അതായത് 6, 8, 6, 8 രാശികൾ തമ്മിലുള്ള ബന്ധമായതിനാൽ എന്നും കലഹവും ബഹളവും അഭിപ്രായങ്ങളിൽ വ്യത്യാസവും
തന്മൂലം ബന്ധുജനങ്ങൾ തമ്മിൽ യോജിപ്പില്ലാതെ വരികയും അവരുടെ ജീവിതത്തിന് സാമ്പത്തിക പുഷ്ടി ഉണ്ടാവാതെ വരികയും ചെയ്യും എന്ന് വിചാരിച്ച് ഈ ദോഷങ്ങൾ മുഴുവൻ വരുന്നത് ഷഷ്ടാഷ്ടമം കൊണ്ടാണോ അല്ലെങ്കിൽ നാൽപ്പത്വം കൊണ്ടാണോ അവനവൻ്റെ ജന്മവിധി അനുസരിച്ച് കുറച്ച് വരുന്നതുകൊണ്ട് പാരമ്പര്യമനുസരിച്ച് വരുന്നതുകൊണ്ട് ഏതായിരുന്നാലും യോജിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡൈവോഴ്സായി പോകാം. കഴിവതും ഡൈവോഴ്സായിട്ട് പോകുന്നതിന് ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്നിച്ച് പോകണം എന്നൊരു തയ്യാറെടുപ്പ്. അതായത് 2017 സെപ്റ്റംബർ മുതൽ ശുക്രൻ സ്ഥിരമായി വസിക്കുന്ന അല്ലെ ശുക്രൻ്റെ ക്ഷേത്രമായ ശുക്രന് വാസയോഗ്യമായ ആ ക്ഷേത്രത്തിലിട്ട് വ്യാഴഗ്രഹം 2017 സെപ്റ്റംബർ മാസത്തിൽ പ്രവേശിക്കുന്നു. പ്രത്യേകിച്ച് അശ്വതി, ഭരണി, കാർത്തിക രാശിക്കാർക്ക്. ഈ രാശിക്കാർക്ക് ദാമ്പത്യപരമായി ഉണ്ടായിരുന്ന കലഹ, വിരഹ, അസംതൃപ്ത, അശാസ്ത്രീയ, അപ്രിയ, വിരഹ ദുഃഖങ്ങളിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുവാനാണ് സാധ്യത. അതുകൊണ്ട് ഇത് ഡൈവോഴ്സ് ആവാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിന് ഐകമത്യം എന്നും ഉമാമഹേശ്വരം എന്നും പറയുന്ന രണ്ട് ക്രിയാദികൾ രണ്ടുപേരുടെയും പേർക്ക് ഒരു 18 ഡേയ്സ് 18 ദിവസം നടത്തി രുക്മിണി സ്വയംവരം എന്ന പ്രാണപ്രതിഷ്ഠ ചെയ്ത് വെള്ളിനൂലിൽ ശ്രീകൃഷ്ണനെ സമർപ്പിക്കുക. ഈ കാഠിന്യം മാറിക്കിട്ടും. വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ഒന്നിക്കാനുള്ള യോഗം വരും. കഴിവതും ഒന്നിച്ച് തന്നെ പോകുന്നതാണ് നല്ലത്. വേറെ വിവാഹ ബന്ധം ആലോചിച്ചാലും ഇതുപോലെയൊക്കെ വന്ന് പിരിഞ്ഞവരൊക്കെ തന്നെയായിരിക്കും വരുന്നത്. കൂടുതലും ഭരണി നക്ഷത്രം, പൂയം നക്ഷത്രം, തിരുവാതിര, തൃക്കേട്ട, ആയില്യം, എന്തിന് യമരുദ്രാഹി മുപ്പൂരം ആയില്യം കേട്ട 7 നാൾ മാർക്കറ്റിൽ വിവാഹത്തിന് മാർക്കറ്റ് കുറയും, ഒരു ഡിമ്മാവും. കാരണം പെട്ടെന്ന് തന്നെ ആളുകൾ വേണ്ടാന്ന് വെക്കുന്ന നാളുകളാണ് ആയില്യവും കേട്ടയും ഭരണിയും അവിട്ടവും പൂരവും പൂരാടവും ഒക്കെ. മാർക്കറ്റിൽ ഇല്ല, വലിയൊരു മതിപ്പില്ല. കാരണം എന്തൊന്നും പ്രശ്നങ്ങളുള്ള നാളുകൾ അന്നാണ്. ഒരു പരിധിവരെയൊക്കെ ശരിയാണ്. ഇവർക്ക് കൂടുതലും ചൊവ്വാദോഷങ്ങളാകപ്പെടാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് വരുന്ന എപ്പിസോഡുകളിൽ പറയാം. എങ്കിലും യോജിച്ചു പോകുന്നതാണ് നല്ലത്. ഉമാമഹേശ്വര ഐകമത്യം എന്നീ ക്രിയാദികൾ ചെയ്ത് രുക്മിണി സ്വയംവരം പ്രാണപ്രതിഷ്ഠ ചെയ്ത വെള്ളിനൂൽ ശ്രീകൃഷ്ണ ഭഗവാൻ സമർപ്പിക്കുക. ഈ തമ്മിലുള്ള ബഹളം, അത് മുഖാന്തരം വന്നിരിക്കുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ, അത് മുഖാന്തരം വന്ന കുടുംബ പ്രശ്നങ്ങൾ, മാതാപിതാക്കൾ വന്ന ദുഃഖങ്ങൾ, സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ, ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഇപ്രകാരം ചെയ്ത് യോജിപ്പിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചാനലിലേക്ക് എഴുതുക. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് സ്വീകരിക്കാനായി താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.